റോഡിന്റെ നടുവിൽ രൂപപ്പെട്ട വലിയ കുഴിയിൽപ്പെട്ട് നിരന്തരം അപകടങ്ങൾ സംഭവിച്ചിട്ടും അധികാരികളുടെ മുമ്പിൽ പലതവണ പരാതി നൽകിയിട്ടും നാളിതുവരെയായി യാതൊരു നടപടികളും സ്വീകരിക്കുന്നില്ലെന്ന പ്രതിഷേധവുമായി നാട്ടുകാർ. ഊരകം സെന്ററിൽ നിന്നും പുതുക്കാട് പോകുന്ന വഴിയിൽ വലിയ കുഴി രൂപപ്പെട്ടിട്ട് നാളുകളേറെയായി. കുഴിയിലകപ്പെട്ട നിരന്തരം അപകടങ്ങൾ നടക്കുന്നത് സ്ഥിരം കാഴ്ചയാണ്. ഇതേ കുഴിയിൽ നാളുകൾക്ക് മുൻപ് ബൈക്കും ഓട്ടോയും തമ്മിൽ കൂട്ടിയിടിച്ച വലിയൊരു അപകടം നടന്നിരുന്നു. നിരവധി തവണ ഈ പരിസരത്ത് ബൈക്കുകൾ അപകടത്തിൽപ്പെടുന്നതിന് സാക്ഷികളാണ് ഇവിടുത്തെ നാട്ടുകാർ. പലതവണ അധികൃതരെ വിവരമറിയിച്ചിട്ടും കുഴികളടച്ച് അറ്റകുറ്റപ്പണി നടത്തി പൂർവ്വസ്ഥിതിയിലാക്കാൻ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. ഭയങ്കര അപകടങ്ങൾ ഉണ്ടാവുകയാണ്. ഒരു ദിവസം സ്കൂട്ടറിൽ രണ്ട് പിള്ളേർ വന്നിട്ട് ആ കുഴിയിൽ വന്ന് ചാടി എൻ്റെ വണ്ടിയിൽ വന്ന് ഇടിച്ചു. പിന്നെ അത് ഇപ്പോഴും കേസായി കിടക്കണം. ഇപ്പോഴാണെങ്കിൽ കൊടുങ്ങല്ലൂർ വണ്ടികൾ നിരന്തരം ഭയങ്കര സ്പീഡിലും പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ വണ്ടികൾ വരുമ്പോൾ കുഴി വെട്ടിച്ച് വേറെ വണ്ടി എടുക്കുമ്പോൾ ആ ഭയങ്കര അപകടങ്ങൾ ഉണ്ടാവുന്നത്. ഞങ്ങളായിട്ടുള്ള കുഴിയാണത്. ഈ പഞ്ചായത്ത് അധികാരികൾ അല്ലെങ്കിൽ DWയുടെ അധികാരികളത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അത് ശക്തമായിട്ട് അവർ അതിനൊരു നടപടി എടുക്കുന്നില്ല. ഒരുപാട് വണ്ടികൾ പൂരം കൊടുങ്ങല്ലൂർ തൃശ്ശൂർ പോണ റോഡ് ബ്ലോക്ക് കാരണം എല്ലാ വണ്ടികളും ഇതിലേ പോകണം. 2 വീലറുകളാണെങ്കിൽ ഒരു വണ്ടിയുടെ ബാക്കിൽ 2-3 പിള്ളേർ വെച്ച് അടിച്ച് പൊളിച്ച് പോകണം. ഈ കുഴിയിൽ ചാടിയിട്ട് വണ്ടി കട്ട് ചെയ്തിട്ട് കഴിഞ്ഞ വർഷം നമ്മുടെ ഊരെ സ്റ്റാൻഡിലോടുന്ന പട്ടത്തെ മോനേട്ടെന്ന ആളെ വണ്ടിയും ഇടിച്ചിട്ട് 2 പിള്ളേർ വിദേശത്തേക്ക് പോകേണ്ട ഒരു പയ്യന് വിദേശത്തേക്ക് പോകാനും പറ്റില്ല. വലിയ കാലൊക്കെ ഒടിഞ്ഞ് ഹോസ്പിറ്റലിൽ മാസങ്ങളോളം കിടന്നു. ഇപ്പം വീണ്ടും അതൊരവസ്ഥ ഉണ്ടാവാനാണ് പോണത്. പഞ്ചായത്ത് അധികാരികളോടും പറഞ്ഞിട്ട് അവരൊന്നും ചെയ്യുന്നില്ല. വാർഡ് മെമ്പർമാരോടും ഈ നാട്ടുകാർ പറഞ്ഞിട്ട് ഒന്നും ചെയ്യില്ല എന്നാണ്. അപ്പം ഇതിന് ഈ റോഡിൻ്റെ അവസ്ഥ എത്രയും വേണ്ടെന്നും അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തി അവരിത് കുഴി മൂടണമെന്ന് പറയണത്.